ലേഡി ബേർഡ് ക്രിയേഷൻസിലേക്ക് എല്ലാവരെയും ഒരുപാട് സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. കിലുക്കൻ സിനിമയിലെ രേവതി പറയുന്നില്ലേ, കുരങ്ങ നല്ല വെച്ച കോയിൻ്റെ മണം, ഹായ് നല്ല എരി എന്നൊക്കെ പറയുന്ന ഒരു ചിക്കൻ കറിയില്ലേ, അമ്മാതിരി ഒരു ചിക്കൻ കറിയാണ് നമ്മളിന്ന് തയ്യാറാക്കുന്നത്. നല്ല സ്പൈസി ആയിട്ടുള്ള ഒരു ചിക്കൻ കറി. ചോറിൻ്റെയും പെറോട്ടയുടെയും അപ്പത്തിൻ്റെയൊക്കെ കൂടെ ബെസ്റ്റ് കോമ്പിനേഷനാണ്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ഈ ചാനൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. മറക്കാതെ ആ കുഞ്ഞു ബെൽ ബട്ടണും കൂടെ ഒന്ന് എനേബിൾ ചെയ്യണേ. അപ്പോൾ 1/2 കിലോ ചിക്കനാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. കഴുകി വൃത്തിയാക്കി വെള്ളമെല്ലാം തോർന്നിരിക്കുന്ന ചിക്കനാണ്. അപ്പോൾ ഒരു വലിയ സവാള അല്ലെങ്കിൽ 2 മീഡിയം സവാള, എരിവിനാവശ്യമായ പച്ചമുളക്, നന്നായിട്ട് ഒരു പിടി കറിവേപ്പില, നന്നായിട്ട് പഴുത്ത 2 ടൊമാറ്റോ ചെറുതായിട്ട് അരിഞ്ഞത്. പാനിലേക്ക് നമുക്കൊരു 4-5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. അപ്പോൾ എണ്ണ നന്നായിട്ട് ചൂടാവട്ടെ. നമുക്കിനി ചിക്കനിലേക്ക് അല്പം മുളക് പൊടിയൊന്ന് ചേർത്ത് കൊടുക്കാം. ഒരു 2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, അപ്പം നല്ല കളർ കിട്ടും. അതുപോലെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് പൊടിയും കൂടെ തിരുമ്മി നമുക്കിതൊരു 10-15 മിനിറ്റ് അവിടെ വെക്കാം. അപ്പോൾ സവാളയൊക്കെ അരിയുന്നതിന് മുമ്പ് ഇങ്ങനെ അങ്ങ് ചെയ്യുവാണെങ്കിൽ നമ്മളിതെല്ലാം അരിഞ്ഞൊന്ന് തയ്യാറാക്കുന്നത് വരെ ഇത് നമുക്ക് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. അപ്പോൾ നന്നായിട്ട് ഈ മസാലയൊക്കെ അതിലൊന്ന് പിടിച്ചിരുന്നോളും. നമുക്കിതൊന്ന് തിരുമ്മി അല്പം കറിവേപ്പിലയും കൂടെ നന്നായിട്ട് ചേർത്ത് അതും നന്നായിട്ട് ഒന്നുകൂടെ തിരുമ്മി യോജിപ്പിച്ചപ്പോൾ ആ കറിവേപ്പിലയുടെ ഫ്ലേവറൊക്കെ ഇതിലേക്ക് പിടിക്കും. അപ്പോൾ നമുക്കിതൊന്ന് മൂടി വയ്ക്കാം. അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റുള്ള ഒരു ചിക്കൻ കറിയാണ്. പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള അതിലേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റണം. അപ്പോൾ സവാളയുടെ കളറ് നന്നായിട്ടൊന്ന് മാറി ബ്രൗൺ നിറമാകുന്നത് പോലെ വരണം. അപ്പോൾ നമുക്കിതൊന്ന് വഴറ്റി കൊടുക്കാം. പെട്ടെന്നൊന്ന് വഴന്ന് കിട്ടാനായിട്ട് നമുക്ക് അല്പം ഉപ്പ് ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. ഉപ്പ് പൊടി ഞാനൊരു 1/2 ടീസ്പൂൺ ഉപ്പ് പൊടിയും കൂടെ ചേർക്കുന്നുണ്ട്. ഉപ്പ് പൊടിയും കൂടെ ചേർത്ത് നമുക്കിത് നന്നായിട്ടൊന്ന് വഴറ്റാം. ഇങ്ങനെ ഒന്ന് നിരത്തി ഇടുവാണെങ്കിൽ പെട്ടെന്ന് ഇതൊന്ന് വഴന്ന് കിട്ടും. ഇപ്പോൾ സവാളയുടെ കളറൊക്കെ ഒന്ന് മാറി വരുന്നുണ്ട്. ഒരു ലൈറ്റ് ബ്രൗൺ കളറൊക്കെ ആയിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന കറിവേപ്പിലയും പച്ചമുളകും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. വെളുത്തുള്ളി ഇഞ്ചി ചേർക്കുന്നവർ ഈ സമയത്ത് വെളുത്തുള്ളി ഇഞ്ചിയും നന്നായിട്ട് ചതച്ചെടുത്തത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ചതച്ചോ അല്ലെങ്കിൽ ചെറുതായിട്ട് അരിഞ്ഞതോ. ഞാനിവിടെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ് ചേർക്കുന്നത്. അതുകൊണ്ട് ഈ സമയം നമുക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഒരു 1.5 ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ 1 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം. അതിലെ ജലാംശമൊക്കെ ഒന്ന് വറ്റുന്നത് വരെ നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം, ഒന്ന് വഴറ്റി കൊടുക്കാം. അത് നന്നായിട്ട് വഴന്ന് കഴിയുമ്പോൾ നമുക്ക് ഫ്ലെയിമൊന്ന് ലോ ഫ്ലെയിമിലാക്കിയിട്ട് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 2 ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി മുളക് പൊടി, എരിവുള്ള മുളക് പൊടി 2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. അതുപോലെ ഗരം മസാല പൗഡർ ഒരു 1/2 ടീസ്പൂൺ, പെരുംജീരകം വറുത്ത് പൊടിച്ചത് ഒരു 1/2 ടീസ്പൂൺ, അതുപോലെ ഒരു ജീരകം വറുത്ത് പൊടിച്ചത് 1/4 ടീസ്പൂൺ. ഇനി ഇതിലേക്ക് നമ്മൾ 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർക്കുന്നുണ്ട്. ഇത്രയും ചേർക്കുമ്പോഴാണ് നല്ല സ്പൈസി ആയിട്ട് കിട്ടുന്നത്. നിങ്ങൾക്ക് ഇത്രയും സ്പൈസി ആയിട്ടുള്ള കറി വേണ്ടെങ്കിൽ മുളക് പൊടിയുടെ ഒക്കെ അളവ് കുറയ്ക്കാം. നേരെ പകുതിയായിട്ട് നമുക്ക് കുറയ്ക്കാം. അപ്പം ഇത്രയും ചേർക്കുമ്പോൾ നല്ല സ്പൈസി ആയിട്ടുള്ളൊരു കറിയാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ പൊടികൾ ചേർത്ത് അതിൻ്റെ പച്ചമണമൊക്കെ മാറുന്നത് വരെ നമുക്ക് നന്നായിട്ട് ലോ ഫ്ലെയിമിലാക്കിയിട്ട് 1 മിനിറ്റ് 1-2 മിനിറ്റ് ഒന്ന് വഴറ്റി കൊടുക്കാം. അപ്പോൾ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ പൊടിയായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന നല്ല പഴുത്ത ടൊമാറ്റോ ചേർത്ത് കൊടുക്കാം. ഇതിന് പകരം ടൊമാറ്റോ മിക്സിയിലൊന്ന് അടിച്ചെടുത്തിട്ട് ആ പേസ്റ്റ് വേണമെങ്കിലും ചേർക്കാം. ഏതാണോ നിങ്ങൾക്ക് സൗകര്യം അങ്ങനെ ചേർക്കാം. ഇതിങ്ങനെ ഒന്ന് നന്നായിട്ട് വഴറ്റി ഒന്ന് നിരത്തിയിട്ട് നമുക്ക് ഒന്ന് മൂടി വയ്ക്കാം. ഇങ്ങനെ ഒരു 2 പ്രാവശ്യം മൂടി വെച്ച് കഴിയുമ്പോഴത്തേക്ക് നന്നായിട്ട് ഈ ടൊമാറ്റോ എല്ലാം വഴന്ന് വെന്ത് കിട്ടും. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് മൂടി തുറന്നൊന്ന് ഇളക്കാൻ മറക്കല്ല്. അപ്പം നമ്മുടെ ടൊമാറ്റോ ഒക്കെ വഴന്ന് വന്ന് കഴിയുമ്പം നമ്മൾ നേരത്തെ റെസ്റ്റ് ചെയ്യാൻ വെച്ചിരിക്കുന്ന ചിക്കൻ പീസസ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് നമ്മൾ ഒരു മീഡിയം ഫ്ലെയിമിൽ ഒരു 3-4 മിനിറ്റ് ഇതിങ്ങനെ ഒന്ന്
വഴറ്റി കൊടുക്കണം. ഇടയ്ക്കൊന്ന് മൂടി വയ്ക്കാം, വീണ്ടും മൂടി തുറന്ന് ഒന്ന് ഇളക്കി കൊടുക്കണം. അങ്ങനെ ഒരു 3-4 മിനിറ്റ് നമ്മളിതൊന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ നന്നായിട്ട് ആ ചിക്കനൊക്കെ ഒന്നുകൂടി ഒന്ന് മുരിഞ്ഞ് വരും. നമുക്ക് മൂടി വെച്ച് കൊടുക്കാം. ഇടയ്ക്ക് മൂടി തുറന്ന് ഒന്ന് ഇളക്കി കൊടുക്കണം. കുറച്ച് കഴിയുമ്പം ഇതിൽ നിന്ന് കുറച്ച് വെള്ളമൊക്കെ വരാൻ തുടങ്ങും ചിക്കനിൽ നിന്ന്. അപ്പോൾ നന്നായിട്ട് വീണ്ടും ഒന്ന് ഇളക്കി കൊടുത്ത് ചിക്കൻ വേകുന്നതിനാവശ്യമായ അല്പം വെള്ളം നമുക്ക് ചേർത്ത് കൊടുക്കാം. 1/2 കപ്പോ 1 കപ്പോ, ഇനി ഗ്രേവി കൂടുതൽ വേണമെന്നുള്ളവർക്ക് 1.5 കപ്പൊക്കെ വെള്ളം ചേർത്ത് കൊടുക്കുക. ഇതൊരു പെരണ്ടിരിക്കുന്ന ഒരു ചിക്കനാണ്, ഒരുപാട് ഗ്രേവിയൊന്നുമില്ല. ഗ്രേവി ആവശ്യമാണെന്നുള്ളവർക്ക് കൂടുതൽ വെള്ളം ചേർത്ത് കൊടുക്കാം. ഇതിനി നന്നായിട്ടൊന്ന് ഇളക്കി നമുക്ക് മൂടി വെച്ച് വേവിച്ചെടുക്കാം. മീഡിയം ഫ്ലെയിമിൽ ഒരു 10-15 മിനിറ്റ് ഇരിക്കണം. അപ്പോൾ നന്നായിട്ട് ഇടയ്ക്കിടയ്ക്ക് മൂടി തുറന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ ഗ്രേവിയൊക്കെ ഒന്ന് വറ്റി കുറുകി നല്ല പരണ്ടിരിക്കുന്ന ചിക്കൻ റോസ്റ്റുമല്ല, ചിക്കൻ കറിയല്ലാത്ത ഒരു പരുവത്തിൽ നമുക്ക് ഇതിൻ്റെ മസാലയ്ക്കൊക്കെ ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ നല്ല ഫ്ലേവറുള്ള ഒരു അടിപൊളി ചിക്കൻ കറിയാണ്. നിങ്ങൾ ഒരു മസ്റ്റ് ട്രൈ, പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാമെന്നുള്ളതാണ്. ഇതിൻ്റെ ഒരുപാട് പ്രയാസമില്ലാതെ തയ്യാറാക്കിയെടുക്കാം. താങ്ക് യു.